എങ്ങനെയുണ്ട് എന്റെ വീടും ഇവിടുത്തെ ആളുകളും? കുഴപ്പമില്ല. ഏടത്തി നല്ലയാളാ, നീലും. നീ അവരെ മാത്രം അനുസരിച്ചാ മതി. വേറെ ഒരാൾ കൂടി ഉണ്ട് ഇവിടെ, ഗൗരി. അവളെയാണെങ്കിൽ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കരുത്. അവള് പല നുണകളും പറഞ്ഞു തരും. അതൊക്കെ ഒരു ചെവി കൂടി കേട്ടിട്ട് മറ്റേ ചെവി കൂടി പുറത്തേക്ക് കളയണം. അല്ലെങ്കിൽ അവസാനം പെടുന്നത് നീ ആയിരിക്കും. വേദയെ പോലെ അല്ലേ? ഓ, അപ്പൊ കാര്യങ്ങളൊക്കെ കുറെ നിനക്കറിയാം. ഈ വീട് നശിപ്പിക്കാൻ വന്നൊരാളായിരുന്നു വേദ. അവൾക്ക് കൂട്ട് ഗൗരി. വേദ പലതും ഒപ്പിച്ചു, ഒന്നും ഫലം കണ്ടില്ല. അവസാനം അവള് തന്നെ അവളുടെ പ്രവൃത്തികളുടെ ഇരയായി. അപ്പോ ഈ വീട്ടിൽ കഴിയുന്നത് സൂക്ഷിച്ചു വേണം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ശ്രദ്ധിച്ചാൽ നല്ലത് തന്നെ, അത് വീട്ടിലായാലും പുറത്തായാലും. എനിക്ക് അമ്മയില്ല. വല്യമ്മ ഉണ്ടായിരുന്നതും പോയി. അമ്മയുടെയും വല്യമ്മയുടെയൊക്കെ സ്ഥാനത്തുള്ളത് ഏടത്തിയാ. എന്ത് ചെയ്യുമ്പോഴും ഏട്ടത്തിയോട് കൂടി ഒന്ന് ആലോചിക്കണം. നിനക്ക് ദോഷം വരുന്നതൊന്നും ഏട്ടത്തി പറയില്ല, ചെയ്യേയില്ല. ചേച്ചിയോട് ഭയങ്കര ആദരവാണെന്ന് തോന്നുന്നു. ഏട്ടത്തി നല്ല മനസ്സുള്ളവരാ. അങ്ങനെയുള്ളവരെ നമ്മൾ അർഹിക്കണമല്ലോ. പക്ഷേ അവര് തമ്മിൽ അത്ര ചേർച്ചയൊന്നുമില്ല. ചേച്ചിയും ചേട്ടനും തമ്മില് മനസ്സിന്റെ ഐക്യമല്ലേ പ്രധാനം. അത് കഴിഞ്ഞല്ലേ ബാക്കി എന്തും വരുള്ളൂ. നിന്റെ ഈ ആറ്റിറ്റ്യൂഡ് അത്ര ശരിയല്ല. അവര് തമ്മിലുള്ള ചേർച്ചക്കുറവാ നിന്റെ കണ്ണിൽ ആദ്യം പെട്ടത്, അല്ലാതെ ചേർച്ചയല്ല. ഈ രീതി മാറ്റിയില്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. ഏട്ടത്തെ കുറിച്ച് പറഞ്ഞത് ഇഷ്ടമായില്ലെന്ന് തോന്നുന്നു. ഇഷ്ടമായില്ല. ഞാനടക്കം ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട് അവരെ രണ്ടുപേരെയും. പക്ഷേ എന്നോട് ഇതുവരെ തിരിച്ചവരൊന്നും കാണിച്ചിട്ടില്ല. അവർക്ക് വേണമെങ്കിൽ എന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കായിരുന്നു. ചെയ്തില്ല, ചെയ്യുകയില്ല. ആ നന്മ നീയും മനസ്സിലാക്കണം. അത് ഉൾക്കൊണ്ട് ജീവിച്ച ഈ വീടൊരു സ്വർഗമായിരിക്കും. വേദയ്ക്കത് മനസ്സിലായില്ല. ഇനി നിന്റെ ഊഴ. നിനക്ക് തെറ്റുപറ്റരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. നിനക്ക് എന്തെങ്കിലും പിഴവ് വന്നാൽ അത് ബാധിക്കാൻ പോകുന്നത് എന്റെയും കൂടി ജീവിതത്തെ ആയിരിക്കും. ഇനിയൊരു ദുരന്തം താങ്ങാനുള്ള ശേഷി എനിക്കില്ല. അതുകൊണ്ട് നീ ശ്രദ്ധിക്കണം. വളരെ താഴ്ന്നൊരവസ്ഥയിൽ കഴിഞ്ഞിരുന്ന എനിക്ക് കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിലാ ഈ സൗഭാഗ്യങ്ങളൊക്കെ ഉണ്ടായത്. അതിനി എന്നും എന്റെ മനസ്സിലുണ്ടായിരിക്കും. ഞാൻ വേദയാവുന്നൊരു പേടി ഗിരേട്ടന് വേണ്ട. ഞാൻ ഒരിക്കലും അങ്ങനെ ആവില്ല. മതി, അത് മതി. ഈ ഉറപ്പ് മതി. ആഹാ, നേരത്തെ എണീറ്റോ? ഞാൻ എണീറ്റ് വരുമ്പോ ഏകദേശം ഈ നേരമാവും. ചായ കുടിച്ചായിരുന്നോ? ഇല്ല, ഉണ്ടാക്കിയില്ല. ഉണ്ടാക്കായിരുന്നില്ലേ? എനിക്കിവിടുത്തെ അടുക്കളൊന്നും പരിചയമില്ലല്ലോ, അതുകൊണ്ടാ കേറാതിരുന്നത്. എന്ത് പരിചയപ്പെടാനാ? വാ, കാണിച്ചുതരാം. ഇനി ഈ വീട് നന്ദിനിയുടെയും കൂടിയാ. ഇവിടെ നന്ദിനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. വേദ എങ്ങനെ ചേച്ചി ജയിലിലായത്? അതവളുടെ കയ്യിലിരിപ്പോണ്ടാ. കൊന്നു ഇവിടുത്തെ അമ്മേ. വേദ നീലേട്ടന്റെ കാമുകിയായിരുന്നു അല്ലേ? എല്ലാ കഥകളും മനസ്സിലാക്കിയല്ലോ. അത് ഒറ്റ രാത്രി കൊണ്ട്. ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. വേദയേട്ടന്റെ കാമുകിയായിരുന്നു. പരസ്പരം കല്യാണം കഴിക്കാൻ തീരുമാനിച്ചതുമാണ്. അതിനിടയ്ക്ക് അവർക്കിടയിൽ ചില പ്രശ്നങ്ങളുണ്ടായി. എന്ത് പ്രശ്നം? വേദയുടെ വീട്ടുകാർക്ക് ആ കല്യാണം ഇഷ്ടമല്ലായിരുന്നു.
ഏട്ടനും ചേച്ചിയും തമ്മിൽ എങ്ങനെയാ കല്യാണം കഴിച്ചത്? അത് വേറൊരു കഥയാ. അത് സൗകര്യം പോലെ പിന്നീട് പറഞ്ഞുതരാം. വേദയുടെ കാര്യങ്ങളൊക്കെ ആരാ നന്ദിനിയോട് വിശദീകരിച്ചത്? ഗൗരിയാണോ അതോ ഗിരിയോ? രണ്ടാളുമല്ല. ഞാൻ ഞാൻ നേരത്തെ അറിഞ്ഞതാ. അറിഞ്ഞതൊന്നും സത്യമാവണമെന്നില്ല. അതാദ്യം മനസ്സിലാക്കണം. ഞാൻ ചോദിച്ച ചേച്ചിക്ക് ഇഷ്ടമല്ലാന്ന് തോന്നുന്നു. ഉള്ളതുള്ളതുപോലെ മുഖത്ത് നോക്കി പറയുന്ന സ്വഭാവം എന്റെ. സത്യം പറഞ്ഞാ ഇഷ്ടായില്ല. ഇന്നലെ വന്നേലേ ഉള്ളൂ നന്ദിനി. നമ്മൾ ആദ്യമായിട്ടാ ഇത്ര അടുത്ത് സംസാരിക്കുന്നത്. അപ്പൊ തന്നെ ഓർക്കാൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചോദിച്ചാ ആർക്കാണെങ്കിലും ഇഷ്ടക്കേട് തോന്നില്ലേ? എന്നായാലും ഞാൻ അറിയേണ്ടതല്ല ചേച്ചി. ഓരോന്നിനും ഓരോ സമയങ്ങളുണ്ട്. അറിയാനും പറയാനും മനസ്സിലാക്കാനും ഒക്കെ. അത് തെറ്റിപ്പോയ എല്ലാം തെറ്റും. ജീവിതത്തിന്റെ താളം വരെ തെറ്റും. നന്ദിനി പുതിയ ആളാ. എല്ലാം മനസ്സിലാക്കി വരാൻ സമയം കുറച്ചെടുക്കും. സംശയങ്ങൾ നല്ലത് തന്നെയാ. അത് ചോദിക്കുന്നത് നല്ലതാ. നേരവും കാലവും നോക്കണമെന്ന് മാത്രം. ശ്രദ്ധിച്ചോളാം. ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ പല അബദ്ധങ്ങളും പറ്റും. എന്നെപ്പോലെ ആയിരിക്കണമെന്നില്ല മറ്റുള്ളവര്. അവരെടുത്തടിച്ചതുപോലെ മറുപടി പറയും. എന്തിനാ വെറുതെ നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കുന്നേ? പേടിച്ചോ? പേടിക്കൊന്നും വേണ്ട. എല്ലാം സാവധാനം ഞാൻ പറഞ്ഞു തരാം. നിനക്കറിയേണ്ടതെല്ലാം. ഏട്ടാ, ഏട്ടാ, ദാ ചായ. നേരത്തെ എഴുന്നേറ്റോ? ഞാൻ അറിഞ്ഞില്ല. ഇത് ഏട്ടത്തിയുടെ ചായയാണോ? എങ്ങനെ മനസ്സിലായി? രുചി. ഇതിന്റെ കൂട്ടൊക്കെ ഏട്ടത്തിയോട് ചോദിച്ചു പഠിച്ചാ മതി. എനിക്കറിയാം ഭക്ഷണം ഉണ്ടാക്കാൻ. ഏട്ടത്തി ഉണ്ടാക്കുന്ന അത്രയും രുചി ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ ശ്രമിക്കാം. ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ, കാര്യമാക്കണ്ട. വേദയുടെ കൂടെ കഴിയുമ്പോ ഒരിക്കലും ഇങ്ങനൊരു രംഗം എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അവൾക്ക് എപ്പോഴും ഞാനൊരു ശത്രുവായിരുന്നു. ഭർത്താവെന്ന പരിഗണന ഒരിക്കലും അവൾ എനിക്ക് തന്നിട്ടില്ല. ഏട്ടത്തിയായിട്ടായിരുന്നു അല്ലേ വേദയുടെ പോര്? ഏട്ടത്തി ഒരു തെറ്റും ചെയ്തിട്ടില്ല. തെറ്റ് മുഴുവൻ വേദയുടെ പക്ഷത്ത് തന്നെയായിരുന്നു. തെറ്റും ശരിയൊക്കെ എവിടെ നിന്ന് നോക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്ന ഞാൻ പഠിച്ചത്. ഞാൻ വേദയെ ന്യായീകരിക്കുന്നല്ല. വേദയുടെ ഭാഗത്ത് നോക്കിയാ ചിലപ്പോ അവളുടേതായിട്ടുള്ള കുറെ ശരികള് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എന്ത് ശരി? അവളെ കുറിച്ച് നിനക്ക് എന്തറിയാം? വെറുതെ അറിയാത്ത കാര്യം പറയലേ നന്ദിനി. നമുക്കിടയിൽ അറിയാതെ പോലും വേദ കടന്നു വരരുതെന്ന് എനിക്ക് നല്ല നിർബന്ധമുണ്ട്. എന്റെ കഷ്ടകാലത്തിന് എന്റെ നാവിന്ന് തന്നെ ആ പേര് പുറത്തു വന്നു. ഇനി അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ ഞാൻ ശ്രമിച്ചോളാം. നീയും ശ്രമിക്കണം, സഹകരിക്കണം. പഴയ കാലത്തേക്ക് തിരിഞ്ഞു നോക്കാതെ വേണം എനിക്ക് പുതിയ കാലം രൂപപ്പെടുത്തിയെടുക്കാൻ. അതിന് നിന്റെ സപ്പോർട്ട് കൂടി ഉണ്ടെങ്കിലേ പറ്റൂ. ഞാനത് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്ന് ഓഫീസിൽ പോകുന്നുണ്ടോ? വിഷയം മാറ്റിയല്ലോ, നന്നായി. ഈ നയം എനിക്ക് ഇഷ്ടമാണ്. ഓഫീസിൽ നിന്ന് പോണം. അർജന്റായിട്ട് ചില പേപ്പേഴ്സുകൾ സൈൻ ചെയ്യാനുണ്ട്. പക്ഷെ ഉടനെ വരും. എന്താ പോകണ്ടെന്നാണ് നന്ദിനി പറയുന്നത്? ഏയ് പൊയ്ക്കോളൂ. ഇവിടെ എനിക്ക് ഏട്ടത്തി ഉണ്ടല്ലോ കൂട്ടായിട്ട്. ആഹാ, എല്ലാം ഉണ്ടാക്കിയോ? ഉവ്വ്. ഞാൻ വന്നിട്ട് ചെയ്താൽ മതിയായിരുന്നല്ലോ. വീട്ടിലെ ജോലികൾ അറിഞ്ഞു ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല. ആ, ഇന്നത്തെ ഭക്ഷണത്തിനൊരു പ്രത്യേകതയുണ്ട്. എന്താ? ഇത് നന്ദിനി ഉണ്ടാക്കിയതാ. ആണോ? ആ,
കഴിച്ചു നോക്കാം. ചേച്ചി ഇരിക്കേ. കുഴപ്പമില്ല, ഏട്ടത്തി ഉണ്ടാക്കുന്നതിന് അത്ര ടേസ്റ്റ് വന്നിട്ടില്ല. കൂട്ടൊക്കെ ഏട്ടത്തിയോട് ചോദിച്ചു മനസ്സിലാക്കിയാൽ മതി. ഫുഡ് ഉണ്ടാക്കുന്ന കാര്യത്തില് ഏട്ടത്തി ബെസ്റ്റാ. വെറുതെ പുകഴ്ത്തണ്ട. ഓരോ സമയത്ത് എന്തോ ഭാഗ്യം കൊണ്ട് വിഭവങ്ങൾ നന്നാവുന്നു മാത്രം. അതിനാ ഗിരി ഇങ്ങനെ പറയുന്നത്. നന്നായിട്ടുണ്ട്. നന്ദിനി ഉണ്ടാക്കിയതാ? അതെ. ആ, ഇതാണ് ഭക്ഷണം. നീ ചോദിച്ചു പഠിക്കുന്ന നന്നായിരിക്കും. കണ്ടല്ലോ, ഗൗരിയുടെ അഭിപ്രായം ഇതാ. ഓരോരുത്തർക്കും ഓരോ രുചി. അത് വെച്ചൊന്നും നമുക്കുണ്ടാക്കാൻ പറ്റില്ലേ? അതെ, ഇവിടെ വേലക്കാരിയാവാനാണോ നിന്റെ തീരുമാനം? അടുക്കള ജോലി മുഴുവൻ ചെയ്യാൻ നിന്നോട് ആര് പറഞ്ഞു? ഒരു ദിവസം ചെയ്താ എല്ലാ ദിവസം ചെയ്യേണ്ടി വരും. ദേ, വെറുതെ മണ്ടത്തിന് കാണിക്കില്ല നദിനി. ഇപ്പൊ പോയില്ലേ ആന പോലൊരുത്തി. അവൾ ആരാ മുതലെന്നറിയോ? സൂക്ഷിക്കണം, അല്ലെങ്കിൽ നിന്നെ കൊണ്ട് ജോലി മുഴുവൻ ചെയ്യിച്ചിട്ട് അവളിരുന്ന് സൂഹിക്കും. ഞാൻ അങ്ങനൊന്നും ഓർത്തല്ല. എനിക്കത് മനസ്സിലായി. നീ ഒരു പാവാ. അതാ നിനക്കൊന്നും മനസ്സിലാവാതിരിക്കുന്നത്. വേദ വന്നപ്പോഴും അവളുടെ രീതി ഇതൊക്കെ തന്നെ ആയിരുന്നു. ആദ്യമൊന്നും വേദയ്ക്ക് ഇതൊന്നും മനസ്സിലായിരുന്നില്ല. പിന്നെ പിന്നെ മനസ്സിലാക്കി വന്നപ്പോ അവളും പ്രതികരിക്കാൻ തുടങ്ങി. അപ്പോഴാ പ്രശ്നങ്ങൾ തുടങ്ങിയത്. അപ്പോ വേദ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നാണോ ഗൗരിയേച്ചി പറയുന്നത്? എന്നല്ല, തെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് സ്വയം ചെയ്തതാണോ അതോ വേറെ ആരെങ്കിലും ചെയ്ത് തലയിലിട്ടതാണോ എന്ന് ആർക്കറിയാം. എന്തും ചെയ്യാൻ മടിയില്ലാത്തവൾ ആ സ്വാതി വെറും ലോക്കലാ. നീ അങ്ങനെയല്ലല്ലോ, പഠിപ്പുണ്ട്, വിവരമുണ്ട്. അങ്ങനെയുള്ളവരെ കണ്ട അവരെ കൊണ്ട് ജോലി ചെയ്യിക്കുന്നതിന് ഒരു പ്രത്യേക ഹരം കണ്ടെത്തുന്നവളാ സ്വാതി. അതല്ലേ ഒന്നും ചെയ്ത് ഞാൻ മാറി നിൽക്കുന്നേ. ഇന്ന് പറ്റിയത് പറ്റി, ഇനി ഇത് ആവർത്തിക്കരുത്, മനസ്സിലായോ? പിന്നെ എന്ത് ചെയ്യുമ്പോഴും എന്നോടൊന്ന് ചോദിച്ചാ മതി. ഞാൻ പറയുന്ന പോലെ ചെയ്ത ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇപ്പൊ വേദനയുണ്ടോ കാലിന്? ചെറുതായിട്ട് വേദനയുണ്ട്, അത് മാറിക്കോളും. പിന്നെ ഏട്ടാ, നമ്മൾ വിചാരിച്ചതുപോലെയൊന്നും അല്ല. നന്ദിനി കൊള്ളാം. അടക്കോ ഒതുക്കമൊക്കെ നല്ലതുപോലെയുണ്ട്. പിന്നെ വിനയം. അടുക്കളയിൽ കയറാനൊക്കെ ഒരു മടിയും ഇല്ല. പുത്തനച്ചി പുറപ്പുറം തൂക്കുന്ന ഇന്നത്തെ രീതി കണ്ട് അതാണ് ശരിയെന്ന് വിശ്വസിക്കണ്ട. ഏയ്, ഞാനങ്ങനെ വിശ്വസിച്ചിട്ടൊന്നുമില്ല. ഒരാളെ വിശ്വസിച്ചതിന് ഇപ്പോഴും കിട്ടിയത് ഞാൻ മറന്നിട്ടില്ല. ഇനി ഉരക്കല്ലിൽ ഉരച്ചു നോക്കിയേ വിശ്വസിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കും. അതാ നല്ലത്. അല്ലെങ്കിൽ വേദയുടെ കാര്യത്തിൽ പറ്റിയത് പറ്റും. വയ്ക്കുന്ന ഭക്ഷണത്തിനൊക്കെ അത്യാവശ്യം രുചിയുണ്ട്. കൈപ്പുണ്യമുള്ള കൂട്ടത്തിലാന്നാ തോന്നുന്നേ. കൈപ്പുണ്യം ഇത്തിരി കുറഞ്ഞാലും വേണ്ടില്ല, സ്വഭാവം നന്നായി മാത്രം മതി. താനുമായിട്ടും ഈ വീടുമായിട്ടും പൊരുത്തപ്പെട്ടു പോണം, അത്രേ ഉള്ളൂ എനിക്ക്. ഇതുവരെയുള്ള ലക്ഷണങ്ങൾ വെച്ച് നോക്കുമ്പോ പ്രശ്നമൊന്നുമില്ല. ഇനി പറയാൻ പറ്റില്ല, മനുഷ്യന്റെ കാര്യമല്ലേ. എന്നെ കളിയാക്കാനായിട്ട് പറഞ്ഞതാണെങ്കിൽ ഗൗരി പറഞ്ഞത് എത്ര ശരിയാ. ഒരാളുടെ വിദ്യാഭ്യാസവും സൗന്ദര്യവും സമ്പത്തും ഒക്കെ പരിശോധിക്കാൻ മാർഗങ്ങളുണ്ട്. സ്വഭാവത്തിന്റെ കാര്യത്തിൽ എന്തു ചെയ്യും? അത് അനുഭവിച്ച് തന്നെ അറിയണം. അമ്പലത്തിൽ വെച്ച് കണ്ട ആള്, ആ ഒരു ധൈര്യത്തിലാ ഞാനിരിക്കുന്നത്. എന്റെ വിശ്വാസം എന്നെ രക്ഷിക്കുമായിരിക്കും, അല്ലേ ഏട്ടാ? രക്ഷിക്കണമല്ലോ.
ഏതായാലും നാളെ ഡോക്ടറെ ഒന്ന് കാണാൻ പോവും. പോയിട്ട് കുറച്ച് ദിവസമായില്ലേ, ഡെവലപ്മെന്റ്സ് ഒക്കെ ഒന്ന് പറയാം. നന്ദിനി, ഞാനും ഏട്ടനും കൂടി ഹോസ്പിറ്റൽ വരെ ഒന്ന് പോവാ. പേടിക്കാനൊന്നുമില്ല, പതിവ് ചെക്കപ്പിന് പോകുന്നതാ. വരുമ്പോ ഉച്ചയാവും. പാത്രത്തിൽ മീൻ ഇരിപ്പുണ്ട്, അത് വെട്ടിവെച്ചാ കറി ഉണ്ടാക്കാം. ശരി. അടുത്ത ജോലി ഏൽപ്പിച്ചു കാണുമല്ലേ? മീൻ വെട്ടണം. നന്ദിനി, അതെന്താ അവക്ക് ചെയ്താല്? ആശുപത്രിയിൽ പോവാണത്ര. ചുമ്മാ അതുകൊണ്ടൊന്നും അല്ല അവള് മീൻ വെട്ടാത്ത. അവക്ക് കഴിയില്ല. ഇതൊരു കെണിയാ നന്ദിനി. ഇതില് നീ വീണ ഒരിക്കലും നിനക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. ഇപ്പൊ മീന്, നാളെ വേറെന്തെങ്കിലും. നിന്നെ കൊണ്ട് ഇപ്പോഴും പണിയെടുപ്പിക്കാനാ അവള് നോക്കുന്നേ. നിനക്കറിയാലോ, പണി എടുക്കുന്നവൻ തൊഴിലാളിയും എടുപ്പിക്കുന്നവൻ മുതലാളിയുവാ. അങ്ങനെ അവളെ നിന്റെ മുതലാളിയാക്കാൻ സമ്മതിക്കരുത്. ഏട്ടത്തി പറഞ്ഞ ചെയ്യാതിരിക്കുന്ന എങ്ങനെയാ? നീ ചെയ്യരുത്. ഒരു തവണ ചെയ്താ പിന്നെ ഇന്നും ചെയ്യേണ്ടി വരും. ദേ, നിന്നോട് ചോദിച്ചിട്ടാണോ മീൻ മേടിച്ചേ? അല്ലല്ലോ, വാങ്ങിയവര് തന്നെ വെട്ടട്ടെന്നേ. അങ്ങനെ ചെയ്യേണ്ടി വരുമെന്ന് വിചാരിച്ചിട്ടാ അവളിപ്പോ പെട്ടെന്നൊരു ആശുപത്രി വിസിറ്റ് തീരുമാനിച്ചേ. അവളുടെ കളികളെ നീ കാണാനിരിക്കുന്നതേ ഉള്ളൂ. എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന്. ഞാൻ ശരിക്കും കൺഫ്യൂസ്ഡാ. നിങ്ങൾ രണ്ടാളും രണ്ടു തരത്തിലാ പറയുന്നത്. ഗിരിയേട്ടനാണെങ്കിൽ ഏട്ടത്തി എന്ന് പറഞ്ഞ ദൈവത്തെ പോലെയാ. ഏട്ടത്തി പറയുന്നതൊക്കെ അനുസരിക്കണമെന്നാ എനിക്ക് തന്നിരിക്കുന്ന നിർദ്ദേശം. അവൻ എങ്ങനെ പറയും? അവന് നട്ടല്ലില്ല. നന്ദിനി, ഇവിടുത്തെ ആണുങ്ങളൊക്കെ പെണ്ണുങ്ങളെ പോലെ. ഒന്നിനും ഒരു ഉശിരില്ല. ഉണ്ടായിരുന്നെങ്കിൽ അവളിങ്ങനെ കിടന്ന് വിലസു. കേൾക്കുമ്പോ നിനക്ക് തോന്നും സ്വാതിയോട് അസൂയ ഉള്ളതുകൊണ്ടാ ഞാനിങ്ങനെയൊക്കെ പറയുന്നതെന്ന്. ഒരിക്കലുമല്ല. ഞാൻ കെട്ടിപ്പോയ പെണ്ണ. ഭർത്താവ് വന്ന് വിളിച്ച ആ നിമിഷം ഇറങ്ങി പോണ്ടവള്. പണ്ട് വേദ ഉണ്ടായിരുന്നപ്പോ ഞാൻ വേദയുടെ സൈഡായിരുന്നു. അതാ എന്നെ പിടിച്ച് വേഗം കെട്ടിച്ചത്. ഞാൻ പോയാ പിന്നെ തീർന്നില്ലേ. ദേ, എപ്പോഴും പറയുന്ന എനിക്ക് ഇഷ്ടമല്ല. എന്നാലും പറയുക, വേദയുടെ ഗതി നിനക്കൊണ്ടാവരുത്. നീലേട്ടനും ഏട്ടത്തിയും തമ്മിലുള്ള കല്യാണം നടന്നത് എങ്ങനെയാണെന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ അവൾ എന്തു പറഞ്ഞു? പിന്നെ പറയാന്ന് പറഞ്ഞു. പറയില്ല. പറയാൻ അവൾക്ക് കഴിയില്ലല്ലോ. അതിലെ ഒരു ചതിയുണ്ട്. വേദയെ വെട്ടി ഇവൾ ആ സ്ഥാനത്ത് കയറി പറ്റിയതാ. അതിനെ ജോത്സരെ കൂട്ടുപിടിച്ചു. ജയിക്കാൻ വേണ്ടി അവൾ എന്തും ചെയ്യും. തോറ്റു കൊടുക്കാതിരിക്കുന്നതിലാ നമ്മൾ നമ്മുടെ കഴിവ് കാണിക്കണ്ടേ. ഞാൻ കാര്യങ്ങൾ മനസ്സിലാക്കി വരുന്നതല്ലേ ഉള്ളൂ. വേണ്ടതുപോലെ ചെയ്തോളാം. ചെയ്യണം. അല്ലെങ്കിൽ നിനക്ക് നഷ്ടപ്പെടാൻ പോകുന്നതേ നല്ലൊരു ജീവിതമായിരിക്കും. നടക്കുമ്പോ വേദന തോന്നുന്നുണ്ടോ? ഇല്ല. എക്സ്റേയിൽ കുഴപ്പമൊന്നും കാണാനില്ല. സ്വെല്ലിങ് മാറിയിട്ടുണ്ട്. ദാറ്റ് മീൻസ് നീൽമഹേഷിന്റെ അസുഖം പൂർണ്ണമായിട്ട് മാറി. എന്ന് വെച്ച് ശ്രദ്ധക്കുറവൊന്നും വേണ്ട. ഫിസിയോതെറാപ്പി നിർത്തണ്ട. മരുന്ന് സ്റ്റോപ്പ് ചെയ്യാം. ആവശ്യമില്ല എന്തിനാ മെഡിസിൻ കഴിക്കുന്നേ? താങ്ക് യു ഡോക്ടർ. ഞാൻ പ്രതീക്ഷിച്ച മറുപടി തന്നെയാ ഡോക്ടറിൽ നിന്ന് കേൾക്കാൻ പറ്റിയത്. ഒരു കാര്യം ചെയ്താലോ? പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചാലോ? ഇന്നത്തെ ദിവസം ചെറുതായിട്ടൊന്ന് ആഘോഷിക്കാം. അതൊക്കെ ചെയ്യാം. അത് പക്ഷെ വീട്ടിൽ വെച്ച മതി. അവിടെ നന്ദിനി ഇപ്പൊ മീൻകറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. ആണോ? എന്നാ അത് മതി. നന്ദിനി, നന്ദിനി, എന്താ? കറിയൊന്നും ഉണ്ടാക്കിയില്ലേ?
ഇല്ല. മീൻ വെട്ടാൻ പറഞ്ഞിരുന്നല്ലോ, അത് ചെയ്തോ? ഇല്ല. എന്താ ചെയ്യാതിരുന്നത്? നേരെ ഇത്ര ആയില്ലേ, ഭക്ഷണം കഴിക്കണ്ടേ? എനിക്ക് മീൻ വെട്ടാനൊന്നും അറിയില്ല. എന്നാ പിന്നെ അത് നേരത്തെ പറയണ്ടേ? ഏട്ടനിപ്പോ എന്താ കൊടുക്കുക? നിനക്കെങ്കിലും ഒന്ന് സഹായിക്കായിരുന്നില്ലേ ഗൗരി? നന്ദിനി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കഴിക്കാൻ. ആ, ഞാനോ? ഞാൻ കറി വെച്ചാ വായിൽ വെക്കാൻ പറ്റില്ലെന്നല്ലേ നീ എപ്പോഴും പറയാറ്? ഇത് ഭയങ്കര ചതിയായിപ്പോയി. ഇവിടെ എല്ലാം റെഡി ആയിരിക്കും എന്ന് കരുതിയ പുറത്തുനിന്നൊന്നും കഴിക്കാതെ ഞങ്ങൾ വന്നത്. ഇവിടെ ഒന്നുമില്ലെന്ന് വിളിച്ചു പറഞ്ഞ മതിയായിരുന്നു. ഹോട്ടലിൽ നിന്ന് പാഴ്സലെങ്കിലും വാങ്ങിച്ചുകൊണ്ട് വരായിരുന്നു. നന്ദിനി അങ്ങനെ ചെയ്യാതിരുന്നത് മോശമായി പോയി. ഞാൻ ഓർത്തില്ല. സാരമില്ല, ഇനി മേലിൽ ആവർത്തിക്കാതിരുന്നാ മതി. കണ്ടല്ലോ ഭരണം, ഒരു വേലക്കാരോട് പെരുമാറുന്ന പോലെയല്ലേ അവള് നിന്നോട് പെരുമാറിയത്? അത് ചെയ്തോ ഇത് ചെയ്തോ, ചെയ്യുന്നില്ലെങ്കിൽ എന്തുകൊണ്ട് ചെയ്തില്ല? ദേ, ഇത് തുടക്ക. ഇനി ഓരോന്നും ചെയ്തില്ലെങ്കിൽ വഴക്കായിരിക്കും കേൾക്കാൻ പോകുന്നത്.